എനിക്ക് വല്ലാതങ്ങ് വണ്ണം വെച്ചു. കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പരീക്ഷണം കാരണം മൂടിയും പോയി. മലയാള സിനിമയിലെ ഇന്നറിയപ്പെടുന്ന നടികളിൽ പ്രമുഖയാണ് ഹണി റോസ്. സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും ചർച്ചയാകുന്ന നടിയും കൂടിയാണ്. എപ്പോഴും അതീവ സുന്ദരിയായിട്ടാണ് ഹണി പ്രേക്ഷകർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. അനേകം വർഷങ്ങളായി സിനിമാ രംഗത്തുള്ള ഹണി ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് കരിയറിൽ തുടക്കം കുറിക്കുന്നത്. പിന്നീട് കുറച്ചു വർഷങ്ങൾക്ക് ഇപ്പുറം ചെയ്ത ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമ കരിയറിൽ പ്രധാന വഴിത്തിരിവായി മാറി. പിന്നീട് ശ്രദ്ധേയ വേഷങ്ങൾ ഹണിയെ തേടി വരികയായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം ഹണി അഭിനയിച്ചു. ഉയർച്ച താഴ്ചകൾ ഹണി റോസിന്റെ കരിയറിൽ ഒരേപോലെ വന്നിട്ടുണ്ട്. എന്നാൽ എപ്പോഴും താരത്തിന് ജനശ്രദ്ധ ലഭിച്ചിരുന്നു. അടുത്ത കാലത്തായാണ് ഉദ്ഘാടന പരിപാടികളിൽ ഹണിയെ കൂടുതലായി കാണപ്പെടാൻ തുടങ്ങിയത്. വളരെ സ്റ്റൈലിഷ് ആയി എത്തുന്ന നടിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. ട്രോളുകൾ ധാരാളമായി വരാറുണ്ടെങ്കിലും ഹണി ഇതൊന്നും കാര്യമാക്കാറില്ല. തന്റെ സൗന്ദര്യ സംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ഹണി റോസ് ഇപ്പോൾ. മനോരമ ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിലാണ് ഹണി മനസ്സ് തുറന്നത്. എന്റേത് പെർഫെക്റ്റ് ആയ സ്കിൻ അല്ല, സെൻസിറ്റീവ് സ്കിൻ ആണ്. അതുകൊണ്ട് തന്നെ നാച്ചുറലായ പ്രൊഡക്റ്റുകൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. മേക്കപ്പ് കൂടുതലും ഞാൻ തന്നെയാണ് ചെയ്യാറ്. എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. ഞാൻ തന്നെ മേക്കപ്പ് ചെയ്താലേ എനിക്ക് തൃപ്തിയും വരും. തൻ്റേത് ചുരുണ്ട മുടിയാണ്. ഇടയ്ക്കിടെ സ്ട്രെയിറ്റ് ചെയ്യുന്നതിനാൽ മുടി ഡാമേജ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ 2-3 തവണ കളർ ചെയ്തു. ഓറഞ്ച് തലമുടിയാക്കി. റേച്ചൽ എന്ന കഥാപാത്രം ചെയ്തു കഴിഞ്ഞ് ഒരു മാറ്റം വേണമെന്ന് തോന്നി. ഡയാനയെ പോലെ മുടി കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കഥാപാത്രം വരുമ്പോൾ വിഗ് വെക്കേണ്ടി വരും. എന്തെങ്കിലും മാറ്റം വേണമല്ലോ എന്ന് കരുതിയാണ് മുടി കളർ ചെയ്തത്. തെലുങ്കിൽ നിന്ന് പോലും ട്രോൾ വന്നു. അതൊക്കെ നന്നായി ആസ്വദിക്കുകയും ചെയ്തു. പിന്നീട് കളർ ചേഞ്ച് ചെയ്തെന്നും ഹണി റോസ് വ്യക്തമാക്കി. ഫിറ്റ്നസ് നോക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാൻ നന്നായി ഭക്ഷണം കഴിക്കുന്ന ആൾ കൂടിയാണ്. കുക്ക് ചെയ്യുന്നതും അതേപോലെ ഇഷ്ടമാണ്. സ്വീറ്റ്സിന് അഡിക്റ്റ് ആണ്. ദിവസവും എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് കഴിക്കും. കൺട്രോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നന്നായി വണ്ണം വെച്ചിട്ടുണ്ട്. ഇനി കൺട്രോൾ ചെയ്യണം. അതിനുള്ള വർക്കൗട്ടും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടെന്നും ഹണി വ്യക്തമാക്കി. തനിക്ക് നേരെ വരുന്ന ബോഡി ഷേപ്പിംഗ് കമന്റുകളെ കാര്യമാക്കുന്നില്ലെന്നും ഹണി പറയുന്നു. അവരോട് ഒന്നും പറയാനില്ല. അവർ അവരുടെ ജോലി ചെയ്യട്ടെ, ഞാൻ എന്റെ ജോലി ചെയ്യുന്നു. എനിക്കെതിരെയോ ആർക്കെതിരെ ആയാലും വളരെ മോശമാണ്. കഴിയുമെങ്കിൽ ചെയ്യാതിരിക്കുക. ചെയ്താലും തനിക്ക് കുഴപ്പമില്ല. താൻ തന്റെ വർക്കും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും ഹണി റോസ് വ്യക്തമാക്കി. എന്തൊക്കെയായാലും മലയാള സിനിമാ ഇൻഡസ്ട്രി ഇന്ന് ഹണി റോസിന് ചുറ്റുമാണ് കറങ്ങുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.